മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തെ ഏറ്റവും കൂടുതലായി റഹ്മത്ത് ചെയ്ത മനുഷ്യനും നബിതങ്ങൾ തന്നെയാണ് ലോകത്തെ ഏറ്റവും കൂടുതലായി പ്രയാസം അനുഭവിച്ച ആളും. ജനിക്കണേൻ്റെ മുമ്പ് വാപ്പ മരിച്ചു. നബിതങ്ങൾ ഉമ്മാൻ്റെ വയറ്റിൽ ഗർഭം ധരിച്ചിരിക്കുന്ന സമയത്ത് തന്നെ അബ്ദുള്ള എന്നവർ മരണപ്പെട്ടു. 6-ാമത്തെ വയസ്സിൽ ഉമ്മ മരിച്ചു. അതും ഒരു യാത്രയിലാണ്. മദീനയിലേക്ക് പോയി മടങ്ങി വരുമ്പോൾ അബവാ എന്ന സ്ഥലത്ത് വെച്ചാണ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മ വഫാത്താകുന്നത്. 6-ാമത്തെ വയസ്സിൽ ഒരു കുട്ടിക്ക് ഉമ്മാൻ്റെ മയ്യത്ത് മറവ് ചെയ്യേണ്ടി വന്നാൽ ഉണ്ടാകാവുന്ന അവസ്ഥ എന്താണ്? അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുഭവിച്ച അവസ്ഥ. അതൊക്കെ പറയുമ്പോഴും അല്ലാഹു തആല ഈ ദുനിയാവിൽ ഏറ്റവും കൂടുതൽ റഹ്മത്ത് ചെയ്തത് മുഹമ്മദ് നബിക്ക് തന്നെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ജനിക്കണേൻ്റെ മുമ്പ് വാപ്പയും മരിച്ചിട്ട് 6-ാമത്തെ വയസ്സിൽ ഉമ്മയും മരിച്ചിട്ട് അല്ലാഹു തആല റഹ്മത്ത് ഏറ്റവും ചെയ്തത് നബിതങ്ങൾക്കാണ് എന്ന് വന്നാൽ ഒരു കാര്യം മനസ്സിലാവും. റഹ്മത്ത് എന്ന് പറഞ്ഞാൽ എന്താന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല എന്ന് തിരിയും. കാരണം റഹ്മത്ത് എന്ന് പറഞ്ഞപ്പോൾ ജനിക്കണതിന് മുമ്പ് വാപ്പ ഒരിക്കലും 6-ാം വയസ്സിൽ ഉമ്മ ഒരിക്കലും ഒന്നും അല്ലല്ലോ നമ്മളെ അഭിപ്രായത്തിൽ. നമ്മളെ അഭിപ്രായത്തിൽ റഹ്മത്ത് എന്ന് പറഞ്ഞാൽ രാവിലെയും ചിക്കനാണ്, ഉച്ചക്കും ചിക്കനാണ്, രാത്രിയും ചിക്കനാണെങ്കിൽ ഭയങ്കര റഹ്മത്താണ് എന്ന് പറയും. ബർക്കത്തും അങ്ങനെ തന്നെയാണ്. നമുക്ക് നല്ല ബർക്കത്താണ് എന്ന് പറഞ്ഞാൽ പെരപ്പണിയൊക്കെ വേഗം തീരുന്നുണ്ട് എന്നാണ് നമ്മളർത്ഥം വെക്കല്. നിയമത്താണ് പറഞ്ഞാലും നമ്മൾ അങ്ങനെ തന്നെയാണ്. ഗൾഫിൽ നിന്ന് നല്ല പൈസ അയക്കുന്നുണ്ട് എന്നാണ് നിയമത്താണ് എന്ന് പറഞ്ഞാൽ നമ്മൾ അർത്ഥം വെക്കല്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞാൽ കൊറോണയേക്കാൾ പ്രയാസമുള്ളൊരു സമയമാണല്ലോ ശരിക്കത്. കൊറോണ പ്രതിസന്ധി തന്നെയാണ്. പക്ഷെ എന്തായാലും ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയൊരു പ്രതിസന്ധി വാപ്പല്ലാത്തതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഉമ്മല്ലാത്തതാണ്. അത് രണ്ടും നന്നേ ചെറുപ്പത്തിൽ തന്നെ അനുഭവിച്ച ആളാണ് ഹബീബുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ദാറുർ റഹ്മ, റഹ്മത്തിൻ്റെ വീട് എന്ന് പറഞ്ഞാൽ ശരിക്കും സ്വർഗാണ്. ദാറുൽ ബറക്ക എന്ന് പറഞ്ഞാലും സ്വർഗാണ്. ദാറുൻ നിഅമ എന്ന് പറഞ്ഞാലും സ്വർഗാണ്. അപ്പം നമുക്ക് ഇവിടെ ഇങ്ങനെ തൽക്കാല റഹ്മത്ത്, ബർക്കത്ത്, നിഅമത്ത് എന്നൊക്കെ പറയാമെങ്കിലും യഥാർത്ഥ റഹ്മത്ത് മുസ്തഫായ നബിതങ്ങളെ കിട്ടലാണ്. കാരണം ഒമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥ നിഅമത്ത് എന്ന് പറഞ്ഞാൽ സ്വർഗം കിട്ടലാണ്. യഥാർത്ഥ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ അതും സ്വർഗം കിട്ടലാണ് എന്ന് മനസ്സിലാക്കാം. അവിടെ നിന്നിട്ട് നബിതങ്ങൾക്ക് പ്രയാസം മാത്രമായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ സയ്യിദത്തുന ആയിഷ റളിയല്ലാഹു അൻഹ നബിതങ്ങളോട് ചോദിച്ചു, പുന്നാര നബിയെ, എല്ലാ നിലയിലും നിങ്ങളെ സംരക്ഷിക്കാനുണ്ടായിരുന്ന അബൂ ത്വാലിബും നിങ്ങളുടെ കൂടെ എപ്പോഴും ഒരു നിഴലായി ഉണ്ടായിരുന്ന ഖദീജ ബീവി റളിയല്ലാഹു അൻഹയും ഒരേ വർഷം മരണപ്പെട്ടതല്ലേ നിങ്ങൾ ദുനിയാവിൽ അനുഭവിച്ച ഏറ്റവും വലിയ അടങ്ങേറ് എന്ന് ചോദിച്ചു ആയിഷ ബീവി. നബി തങ്ങളുടെ ജീവിതത്തിലെ 2 പ്രധാനപ്പെട്ട സംഭവങ്ങളാണത്. ഇത് രണ്ടും നടന്ന കൊല്ലത്തെയാണ് ആമുൽ ഹുസ്ൻ, ദുഃഖവർഷം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഒരേ കൊല്ലാണ് രണ്ടും ഉണ്ടായത്. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാപ്പ അബ്ദുള്ള എന്നവരുടെയും വല്ലിപ്പയായ അബ്ദുൽ മുത്തലിബ് എന്നവരുടെയും വഫാത്തിന് ശേഷം എല്ലാ പ്രതിസന്ധിയിലും നബി തങ്ങളെ സഹായിച്ച ആൾ അബൂ ത്വാലിബായിരുന്നു. എളാപ്പ അല്ലെങ്കിൽ മൂത്താപ്പ. അബൂ താലിബാണ് ഏറ്റവും സഹായിച്ചത്. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഏറ്റെടുത്തത് അബൂ ത്വാലിബാൻ. ഒരിക്കൽ ഖുറൈശികൾ ഒരു യോഗം ചേർന്നു. ഖുറൈശികൾ ഒരു യോഗം ചേർന്നിട്ട് ഓലിങ്ങനെ ചർച്ച ചെയ്ത് ഈ മുഹമ്മദിനോട് എന്ത് പറഞ്ഞിട്ടും കേൾക്കണില്ല. നമ്മളൊരു കാര്യം ചെയ്യാം, മുഹമ്മദിന് എല്ലാ സംരക്ഷണവും കൊടുക്കുന്നത് അബൂ താലിബാണ്, മൂപ്പരൊന്ന് കണ്ട് വിവരം പറയാൻ തീരുമാനിച്ചു. മക്കത്തെ പ്രധാനികളായ ആളുകൾ അബൂ ജാഹിൽ, അബൂ സുഫിയാൻ, പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ കൂടിയും കണ്ട്
അബൂ താലിബിൻ്റെ അടുത്ത് വന്നു ഒരു ദിവസം വൈകുന്നേരം. വന്നുകാണ്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ലോകിയൊക്കെ പറഞ്ഞതിന് ശേഷം പറഞ്ഞു, പിന്നെ അപ്പം ഞങ്ങൾ വന്നത് ഇപ്പം എന്തിനാന്ന് മനസ്സിലായോ എന്ന് ചോദിച്ചു. നമ്മൾ കല്യാണ നിശ്ചയത്തിനൊക്കെ പോകണമാതിരി ഇല്ല പറഞ്ഞു. അതിൽ പറഞ്ഞു, ഇവിടെ നമ്മളെ പാരമ്പര്യമായി തുടർന്നു വരുന്ന രീതികളെയും നമ്മളെ പടച്ചവന്മാരൊക്കെ നിങ്ങളെ മകൻ മുഹമ്മദ് ചീത്തറിഞ്ഞാണ്ട് നടക്കണ ഇവരപ്പം നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, നാട്ടിൽ വലിയ വിഷമമുണ്ട്, അതുകൊണ്ട് ഓനഞ്ഞതിന് പിന്മാറുന്നില്ലെങ്കിൽ തന്നെ ഒന്ന് പെരയിൽ അടങ്ങിയിരിക്കാൻ പറഞ്ഞാൽ തരക്കേണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. അബൂ താലിബിനും തോന്നി അതൊരു കാര്യം തന്നെയാണ് ആ പറഞ്ഞത്, ഇനിയിപ്പോൾ പിന്മാറുന്നില്ലെങ്കിൽ ഒന്ന് അടങ്ങിയിരുന്നാൽ നല്ലതാണല്ലോ. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നപ്പോൾ അബൂ താലിബ് പറഞ്ഞു, മോനെ ഇന്നിവിടെ ആരൊക്കെ വന്നതെന്ന് എനിക്ക് മനസ്സിലായില്ലേ? മക്കത്തെ പ്രമുഖർ മൊത്തത്തിലുണ്ടതിൽ എല്ലാവരും ഉണ്ട്. ഓല് വന്നത് മോനെ എന്നോടൊന്ന് അടങ്ങിയിരിക്കാൻ പറയാനാണ്. അതുകൊണ്ട് വാപ്പാൻ്റെ കുട്ടി ഈ പറയണ വർത്താനത്തിന്ന് പിന്മാറണില്ലെങ്കിലും ഒന്ന് വീട്ടിലൊന്ന് അടങ്ങിയിരുന്നാൽ നന്നായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എളാപ്പ ഒരു കയ്യിൽ സൂര്യനെയും മറുകൈയിൽ ചന്ദ്രനെയും വെച്ച് തന്നാലും ഈ ദൗത്യത്തിൽ നിന്ന് ഞാൻ പിന്മാറുകയില്ല. പരമാവധി ഞാനാണ്ട് ഇല്ലാതാവുന്നേ ഉള്ളൂ, എന്നാലും ഈ ഭരണ വർത്താനം നിർത്തൂല. അതിൽ എളാപ്പ പറഞ്ഞു, എൻ്റെ ഒപ്പം ഞാൻ ഉണ്ടാവും എന്ന് പറഞ്ഞു. ഇജെന്താച്ചാ പറഞ്ഞു, എനിക്കൊന്നും പറ്റൂല, ഞാൻ എൻ്റെ ഒപ്പം ഉണ്ടാവും എന്ന് പറഞ്ഞ അബൂ താലിബ്. അബൂ താലിബ് മരണപ്പെട്ടു. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ എല്ലാ പ്രതിസന്ധിയിലും നിന്ന ആളാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. ഖദീജ ബീവിയെ നബി തങ്ങൾ വിവാഹം കഴിച്ചപ്പോൾ ഖുറൈശികൾ ഇങ്ങനെ പറഞ്ഞു പരത്തി, ഖദീജക്ക് ഇപ്പം ഏറെക്കുറെ പുതിയാപ്പിളാരെ കിട്ടാണ്ടായിട്ട് പൈസയും മുതലൊന്നുമില്ലാത്ത ഒരു ഫക്കീറായ ദരിദ്രനായ ഒരു യത്തീംകുട്ടിനെ അത്ര ഇപ്പം കിട്ടിയത് എന്ന് പറഞ്ഞു. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പണ്ട് യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ ഭാര്യ സുലൈഖ ബീവി നടത്തിയതുപോലെ വീട്ടിൽ ഒരു സൽക്കാരം നടത്തി. സുലൈഖ ബീവി പെണ്ണുങ്ങളെയാണ് സൽക്കാരത്തിന് വിളിച്ചിരുന്നത്, ഖദീജ ബീവി ആണുങ്ങളെയാണ് വിളിച്ചത്. മക്കത്തെ ആണായി പറന്ന പ്രധാനികളെ എല്ലാവരും വിളിച്ചു ഒരു സൽക്കാരം. എല്ലാവരും ഇങ്ങനെ ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഖദീജ ബീവി എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, മക്കത്തെ പ്രമുഖരായ ആൾക്കാരെ നിങ്ങളെല്ലാവരും അറിയാൻ വേണ്ടി ഞാനൊരു കാര്യം പറയാണ്. ഞാൻ എൻ്റെ ഉള്ളിടത്തോളം മുതൽ മുഴുവൻ മുഹമ്മദിന് കൊടുത്തിരിക്കുന്നു. ഇന്ന് മുതൽ ഞാനാണ് ഫക്കീറായിട്ടുള്ളത്, മുഹമ്മദാണ് സമ്പന്നൻ എന്ന് പറഞ്ഞു. അതിപ്പോൾ ഖദീജാബീൻ്റെ കോന്തൽക്ക് കുറച്ച് ചില്ലറക്കായി ഉണ്ടാവും, അവന് കൊടുത്തു കഴിക്കാരെന്ന് വിചാരിക്കരുത്, അല്ലെങ്കിൽ 20,000 റുപ്യ കഴിക്കാരെന്നോ അല്ലെങ്കിൽ 10 പവൻ്റെ വണ്ട കഴിക്കാരെന്നൊന്നും വിചാരിക്കണ്ട. ഖദീജാബിക്ക് അക്കാലത്ത് സൂപ്പർ മാർക്കറ്റാണ്. അന്നത്തെ സൂപ്പർ മാർക്കറ്റും ഇന്നത്തെ സൂപ്പർ മാർക്കറ്റും തമ്മിൽ വലിയൊരു വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. 40 ഒട്ടകങ്ങൾ, ആ ഒട്ടകങ്ങൾക്ക് ചുമക്കാൻ മാത്രമുള്ള ഭാണ്ഡങ്ങൾ, കൊല്ലത്തിൽ 2 പ്രാവശ്യം തകൃതിയായ കച്ചവടങ്ങൾ, 40 കുടുംബത്തിനെങ്കിലും ഒരു കൊല്ലം ജീവിക്കാനുള്ള വരുമാന മാർഗം, 6 മാസത്തെ കച്ചവടത്തിൽ നിന്ന് കിട്ടാവുന്ന മുഴുവൻ സമ്പത്തും ഖദീജ ബീവിൻ്റെ സ്വന്തം. അതാണ് കൊടുത്തു. അള്ളാന്റെ റസൂല് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ കിട്ടിയിട്ട് എന്താ ചെയ്തതെന്നറിയോ? അത് മുഴുവനായും സ്വതക്ക കൊടുത്തു തീർത്തു. അവൻ കൊടുത്തത് തീർത്തു, പിന്നെ ഒന്നും ബാക്കിയായില്ല, അങ്ങനെ കൊടുത്തു. എന്തായാലും നബി തങ്ങൾ സമ്പന്നനായി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഓരോട് പറഞ്ഞു, ഇന്ന് മുതൽ ഞാൻ ഫക്കീറാണ്, മുഹമ്മദാണ് ധനികൻ എന്ന് പറഞ്ഞു. എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലും കൂടെ നിന്നു ഖദീജ ബീവി. വഹ്യ് ഇറങ്ങിയ സ്ഥലം ഖദീജ ബീവിയുടെ സെലക്ഷനാണ്. ജബലുന്നൂർ പർവ്വതത്തിലെ ഹിറാ ഗുഹ ഖദീജ ബീവി സെലക്ട് ചെയ്തതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദീജ ബീവിയോട് പറഞ്ഞു, എനിക്ക് ഒറ്റയ്ക്കിരുന്ന് അള്ളാഹുവിനൊന്ന് ഇബാദത്ത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഞങ്ങളിങ്ങനെ നേരം വെളുക്കുമ്പോൾ ഒന്ന് നടന്നുങ്ങാണ്ട് പറ്റിയ സ്ഥലം ഉണ്ടോ എന്ന് നോക്കിക്കാളി, ഉറപ്പിക്കണേൻ്റെ മുന്നേ എന്നോട് വിവരം പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ നബി തങ്ങൾ ഇങ്ങനെ പോയി ജബലുന്നൂർ പർവ്വതത്തിൻ്റെ മുകളിൽ കയറിയിട്ട് ഹിറാ ഗുഹയിലേക്ക് ഇങ്ങനെ ഇറങ്ങിയിട്ട് കല്ലിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നോക്കിയപ്പോൾ കഅബ കാണാണ്ട്. പറ്റിയ സ്ഥലമാണ് എന്ന് തോന്നിയപ്പോൾ ഖദീജ ബീവിനോട് വന്നിട്ട് പറഞ്ഞു, ഞാനൊരു പറ്റിയ സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട് പറഞ്ഞു.
മുപ്പത്തിയേര് പറഞ്ഞു എന്നാൽ ഞാൻ ഒന്ന് പോയി നോക്കട്ടെ. അങ്ങനെ പോയി നോക്കിയിട്ട് ഇങ്ങനെ ജബലുന്നൂറിൻ്റെ മുകളിൽ കയറി. നമ്മൾ സ്ത്രീകളുള്ളതുകൊണ്ട് പരിപാടി കഴിഞ്ഞതിന് ശേഷം ഒന്നിച്ച് ജമാഅത്തായിട്ട് നിസ്കരിക്കാമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. മറ്റേ സ്ത്രീകൾക്ക് നമ്മളിവിടെ നിസ്കരിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നിച്ച് ജമാഅത്തായിട്ട് നിർവഹിക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ജബലുന്നൂറിൻ്റെ മുകളിൽ കയറിയിട്ട് താഴെ ഹിറാ ഗുഹയിലേക്ക് ഇങ്ങനെ ഇറങ്ങിയിട്ട് നോക്കിയപ്പോൾ ഖദീജ ബീവിക്ക് ഇഷ്ടപ്പെട്ടു. നനച്ചീറിൻ്റെ കാട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് അടിച്ചോരി വൃത്തിയാക്കി. എന്നിട്ട് പറഞ്ഞു പറ്റുമെന്ന് പറഞ്ഞു. ഗോതമ്പ് മാവും ഉപ്പും പച്ചവെള്ളവും കാരക്കയും എടുത്തൊടുത്തു. ഒരു കീശയിൽ ഒരു കീയിൽ ഗോതമ്പ് മാവ്, ഉപ്പ്, കാരക്ക ഒരു തോൽപാത്രത്തിൽ വെള്ളവും കൊടുത്തിട്ട് പറഞ്ഞു പൊയ്ക്കോളിയാറും. അങ്ങനെ പറഞ്ഞയച്ചു. വിശക്കുന്ന സമയത്ത് ഗോതമ്പ് മാവും ഉപ്പും വെള്ളം കൂടിയും ചേർത്ത് ഉരുട്ടിയിട്ട് അത് കഴിക്കും. അതിൻ്റെ മേലെ വെള്ളം കുടിക്കും, കാരക്കയും കഴിക്കും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 2 റമദാൻ മാസങ്ങളിലെ 2 മാസം, ഓരോ മാസം വീതം 2 കൊല്ലം, 2 റമദാനിലാണ് ജബലുന്നൂറിൻ്റെ ഹിറാ ഗുഹയിൽ മുസ്തഫായ നബി തങ്ങൾ കഴിച്ചു കൂട്ടിയത്. ഇടയ്ക്കൊക്കെ നബി തങ്ങൾ വന്നിട്ട് ഭക്ഷണവുമായി മടങ്ങിപ്പോകുമായിരുന്നു. എന്നാൽ വരാത്ത ദിവസം സയ്യിദത്തുനാ ഖദീജ റളിയല്ലാഹു അൻഹ ഭക്ഷണവുമായി അങ്ങോട്ട് പോകുമായിരുന്നു. നമ്മളെ നാട്ടിൽ നിന്ന് ഹജ്ജിനോ ഉംറയ്ക്കൊക്കെ പോണ ആൾക്കാർ ജബലുന്നൂറിൻ്റെ താഴെ ചെന്നിട്ട് മേപ്പോട്ട് വെക്കും. എന്നിട്ട് ഇങ്ങനെ പറയും, ആ മേലെ കൂടി ഒരു വെളുത്ത അടയാളം പോകണുണ്ടില്ലേ, അത് മനുഷ്യന്മാരാണ് എന്ന് പറയും ഉംറയ്ക്ക് കൊണ്ടുപോയ ആൾക്കാർ. എന്നിട്ട് പറയും അങ്ങോട്ട് കയറൊന്നും ആണെന്നില്ല, അതിനൊന്നും വലിയ പോലീസല്ല, നമുക്ക് ഇവിടെ ഇരുന്ന് ദ്വാരക്കാൽ ഫാത്തിഹ എന്ന് പറയും. അള്ളാൻ്റെ റസൂല് കയറിയോടത്തേക്ക് കയറണേന് പോലീസൊക്കെ ഉണ്ട്. ഊരോണ്ട് കയറാൻ പറ്റൂലെങ്കിൽ അത് പറഞ്ഞാൽ മതി എന്നുള്ളതാണ് ശരി. ഊര വിലങ്ങളില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതിയല്ലോ. ഊരോണ്ട് വെച്ചെങ്കിൽ കയറണ്ട. പക്ഷെ പോലീസില്ല എന്ന് എന്തിനാ പറയണത്?